എത്ര വായന കഴിഞ്ഞില്ലേ? ഇത് വായിച്ചാലേ സങ്കടം തോന്നും. ആ മലാലെ കുറിച്ചിട്ടേ അവിടുത്തെ വെടിവെപ്പും മറ്റൊക്കെ ഓർമ്മയില്ലേ? ആ കുട്ടി അതാണ് ആ കുട്ടി യൂണിഫോം ഇടാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് കുട്ടിക്ക് ഓർമ്മ. പക്ഷെ പ്രിൻസിപ്പൾ പറഞ്ഞു വന്ന് എല്ലാരും കളർ ഡ്രസ് ഇടാൻ. അപ്പൊ കളർ ഡ്രസ് ഇട്ട് പോയി. ശരിക്കും ഇടരുതെന്ന്. അല്ലാച്ചാ ലൈറ്റ് കളറുള്ള ഡ്രസ്സ് ഉപയോഗം മറ്റൊരു ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനാ പറഞ്ഞത്. പക്ഷെ ഇയാള് ഇങ്ങനെ പറഞ്ഞു കുട്ടികളൊക്കെ. അപ്പൊ ഇത് മറ്റവർക്ക് ശരിക്കും നല്ല സിഗ്നലായി. അതാണ് വെടിവെപ്പിനൊക്കെ കാരണം എന്നാ പറയണേ. അതാണ് പാവം പഠിക്കുന്ന ഒരു കുട്ടി. എന്താ ചെയ്യാതെ അല്ലാത്തൊരു ആ കുട്ടി പക്ഷെ നല്ല ഫേമസ് ആയിട്ടോ. അതിനെ ചികിത്സിച്ചിട്ടൊക്കെ മാറ്റിയിട്ടും പിന്നെ ഇവിടുന്ന് നാട് കടത്തിയില്ല. വേഗം ഇവിടുന്ന് പറഞ്ഞയച്ച് അതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്നല്ലേ. അതിപ്പോ ഫേമസ് ആയി. അതെ, അതുപോലെ നമ്മുടെ ഇടയിലും ഉണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ട് അതുപോലെ. നമ്മള് മുഴുവനും നമുക്ക് അറിയില്ലെന്നേ ഉള്ളൂ. പഠിക്കാൻ മോഹമുള്ളവർക്ക് എത്ര ആൾക്കാർക്ക് പഠിക്കാൻ പറ്റാണ്ട് ഉണ്ടായിട്ടുണ്ട്. ആർച്ചിട്ട പറയാറില്ലേ? പിന്നെ ആർച്ചിട്ടയ്ക്ക് അങ്ങനെയായി കഴിഞ്ഞിട്ട് ആദ്യത്തേത് കഴിഞ്ഞോടുകൂടി വാതിട്ട് അടച്ചു. അതെ, അമ്മ വലുതായപ്പോ അമ്മയെ പിന്നെ വിടാണ്ടി. അതെ, ആരും കൂട്ടാത്തില്ല. മോഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, വാതിൽ അന്ന് പറഞ്ഞിട്ടുണ്ടേ വാതിലിട്ട് അടച്ചു. എന്നിട്ട് ഭാരിച്ചിട്ട് കൊറേ വിളിച്ച് കരഞ്ഞൂന്ന്. ഭാരിച്ചിട്ട് എപ്പോഴും പറയും ഞാൻ അന്ന് പഠിച്ച പക്ഷെ ഞാനൊരു ടീച്ചറായിരുന്നു. ഇന്നൊക്കെ അന്നൊക്കെ അത് മതിയേ. അമ്മ ശരിക്കും 8ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ടീച്ചറാവാ അന്നത്തെ കാലത്തെ പറ്റും. പിന്നെ പരീക്ഷ എന്തോ എഴുതണം. അത്രേ വേണ്ടു. എന്നാ ഞാനൊരു ടീച്ചറായിരുന്നു, എനിക്ക് വരുമാനായിരുന്നു പറയാറുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ ഇതും അങ്ങനെയല്ലേ. പ്രാധാന്യം കല്യാണത്തിനാണ് അന്നേ. അതെ, പഠിപ്പിനല്ല. അത് മുത്തശ്ശിമയ്ക്കല്ല, വലിയ മുത്തശ്ശിമയ്ക്ക് അതെ പ്രശ്നം. അതെ, അപ്പൊ അമ്മാവന്മാർക്കും ആ മുത്തശ്ശിമ പറഞ്ഞു. അതാണേ അപ്പൊ കാരണവന്മാര് പറഞ്ഞു കേൾക്കാം. അതെ, ആ ഭാഷ പറഞ്ഞേ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ പോയതാന്ന്. അപ്പൊ ചെയ്ത പണിയാണേ. അതിന് അങ്ങനെ കൂട്ടിയതേ. എന്തൊരു കഷ്ട സ്കൂളിൽ പുറപ്പെട്ട. ഇപ്പൊ പിന്നെ അതൊക്കെ മാറി. ഇപ്പൊ പിന്നെ കുട്ടികൾക്കൊരു സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടല്ലോ. ഇപ്പൊ കൊറേ അതാ പഠിച്ചതിന്റെ തന്നെയാണ് കേട്ടോ. അന്നൊന്നും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അതല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്പൂതിരി സമുദായത്തില് യോഗക്ഷേമ അന്നത്തെ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും അതിനുവേണ്ടി പണിയെടുത്തു. അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് നാടകവും മറ്റൊക്കെ ഓർമ്മയില്ലേ? അതിനൊക്കെ വേണ്ടി അന്നത്തെ ആ പണിയെടുത്തതിന്റെ ബാക്കിയാണ്. അച്ഛനൊക്കെ അതിന് പണിയെടുത്തിട്ടുണ്ട്. യോഗക്ഷേമ കരിക്കാട് ഒരു സ്കൂളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പെൺകുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ ഇപ്പൊ നാള് കണ്ടു. അപ്പൊ അതില് വല്യച്ഛന്റെ മകൾ അമ്മിണിയെടുത്തിയും ഇവരൊക്കെ ഉണ്ട്. ശരി, അവർ കൊറേ പേരുണ്ട് ആ നമ്പൂരി കുട്ടികള്. അതിനുവേണ്ടി കൊറേ ആൾക്കാര് നമ്മുടെ ഇടയിൽ നിന്ന് ആൾക്കാർ കൊറേ ബുദ്ധിയുദ്ധം വെട്ടിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ പറയും അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അവരെ ബ്ലൗസ് ഇടാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അവരുടെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കുക. അത് കഴിഞ്ഞ് എവിടെയും കൊണ്ട് ഏതിലും പിന്നെ ഇതിലാണല്ലോ നാടകത്തില് അടുക്കള നാടകത്തില് ഒരു വയസ്സ് 90 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വച്ചാ മതി. അപ്പൊ അതാ പറയണത്. അമ്മയൊക്കെ എന്റെ അമ്മയൊക്കെ എപ്പോഴും പറയും നിങ്ങൾക്കൊക്കെ ഭാഗ്യാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്തായിരുന്നു ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ തന്നെ ശരിക്കും സ്വാതന്ത്ര്യം കുറവാണ്. ഇപ്പൊ ഒന്നും കൂടി സ്വാതന്ത്ര്യമായി കുട്ടികൾ. അതെ, ഇപ്പൊ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. അവര് തീരുമാനം എടുക്കുകയും ചെയ്യും. അതന്നെ രക്ഷിതാക്കൾക്ക് പറ്റുള്ളൂ. അതെ, അവരതുപോലെ ചെയ്യും വേണ്ടി വരും. എന്നിട്ട് നീ വായിച്ചോ ഈ ബുക്ക് മലാല? വായിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പൊതുവെ വായന കുറവാണ്. എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ അത് വായിക്കണ വെച്ചിട്ടൊക്കെ തുടങ്ങും. ഒരു 2 പേജ് വായിക്കുമ്പോഴേക്കും പിന്നെ ഞങ്ങള് മടുക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് വായിക്കാൻ തുടങ്ങണം. ഇരുന്ന് വായിക്കണം. ചെറിയ ബുക്ക് ആദ്യം കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ വായിക്കുക, കഥ ബുക്കുകള്. അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ വലുതായി കൊണ്ടുവരാൻ പറ്റും. ഇൻട്രസ്റ്റ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്രാ വിവരണങ്ങളെ നല്ല രസാ അത്. അപ്പൊ കൊറേ രാജ്യങ്ങളെ നമുക്ക് കാണാനും അറിയാൻ വെച്ചാൽ നമുക്കതിങ്ങനെ കണ്ണിൽ കാണിയും. മറ്റേ ഇയാളുടെ ഉണ്ടല്ലോ കോവൂരിന്റെ ഒക്കെ എന്ത് രസാണെന്നോ. നല്ല ബുക്കുകളാ. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ല രസാണ്. അതൊക്കെ കാണിക്കും. ഇപ്പൊ പിന്നെ കൊറേ
കുറെ മൊബൈലില് വരുന്നുണ്ട് കേട്ടോ. മൊബൈലുണ്ട്, പക്ഷെ മൊബൈല് കണ്ണ് ശരിക്കും കാണുന്നില്ല, എന്നാലും അതന്നെ കാണലുള്ളൂ ഇപ്പൊ. പക്ഷെ ബുക്ക് വായിക്കണം, അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. മറ്റത് ഈ ഒരു സുഖം മറ്റേന് കിട്ടില്ല. ഞാൻ വായിക്കാറുണ്ട്, എനിക്ക് എപ്പോഴും ബുക്ക് കിട്ടിയതിനെ ഒഴിവാക്കില്ല. എനിക്ക് ബുക്ക് വായിക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ട്, എനിക്ക് തന്നെ അറിയാം. ഇനിയിപ്പോ അത് തുടങ്ങിക്കോ, അതാ നല്ലത്. ബുക്ക് അവിടെ ഉണ്ട്, ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളോടൊക്കെ പോയാൽ ബുക്ക് എടുത്തുകൊണ്ടിരൊക്കെ ചെയ്യാം. എന്റെ ഒരു മടി കാരണം അത് കഴിയായ നല്ലതാണ് ശരിക്കും. മൊബൈലിൽ പറഞ്ഞ പോലെ തന്നെയാണ്, അത് കുറച്ചു എനിക്ക് മടുക്കും. മൊബൈൽ അത്യാവശ്യം മാത്രം എന്തെങ്കിലും കാണാന്നല്ലാണ്ട്. പിന്നെ മൊബൈല് കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളത് അവിടെ വെച്ച് ഒന്ന് നടന്നു വരണം പറയാം. എപ്പോഴും അതിലേക്ക് ഫോക്കസ് ചെയ്ത കണ്ണിനെ അതുമാണ്. എനിക്ക് അസുഖമായ സമയത്ത് അന്ന് ബുക്ക് കിട്ടില്ല, അപ്പൊ മൊബൈല് നോക്കി കുത്തിരിക്കും. അപ്പൊ എല്ലാം എന്നുണ്ടെങ്കിൽ ബുക്ക് തന്നെ വായിക്കാം, പകലൊക്കെ ബുക്ക് വായിക്കാം. പണ്ടൊക്കെ ഞാൻ വായനശാലയിൽ ചെന്നാലേ പേപ്പറും ബുക്കും, അപ്പൊ ചില വായനശാലയിൽ ഇപ്പോഴും ഉണ്ട്. ഈ രാവിലെ ആയാലും ആൾക്കാർ വായിക്കണം, ഒന്നിച്ചിരുന്ന് വായിക്കണൊക്കെ കാണാറുണ്ട്. ചില വായനശാലയില്, ചിലതിൽ അതില്ല, അതിലടച്ച് കൂട്ടി അവരോട് പോകും. പിന്നെ കരിക്കാട് വായനശാല കൊറേ പകലെ ഒരു പേപ്പർ ഇടും, എന്നാലും വൈകുന്നേരം കുറച്ചൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ലൈബ്രറി കൗൺസിൽ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. ഈ വീടുകളില് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എത്ര ചാർജ് ഉണ്ട് എന്താന്ന് എനിക്കറിയില്ല, ബുക്ക് കൊണ്ടു കൊടുക്കുന്ന സംവിധാനം തുടങ്ങി. ഇപ്പൊ ഇത് അവിടെ വേണിച്ചാൽ കൊണ്ടുതരും. പിന്നെ അപ്പു സെക്രട്ടറി ഇങ്ങനെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുതരും, അവര് കൊണ്ടുതരും. പറഞ്ഞാൽ മതി, അവിടെ അതിന് ലൈബ്രറിന് അതിനുള്ള ചാർജ് അവരെന്തോ നമ്മളേന്ന് ഈടാക്കും. പക്ഷെ എന്നാലും വലിയ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ബുക്ക് കിട്ടും. വന്നാ ചോദിക്കും എങ്ങനത്തെ പുസ്തകം ഇഷ്ടം, ഏതാ വേണ്ട വെച്ചാ പറഞ്ഞാൽ നമ്മള് പറഞ്ഞാലേ അതനുസരിച്ച് അവർ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് തെരഞ്ഞെടുക്കാം. അപ്പൊ അതൊരു സൗകര്യമാണ്. നോക്കണം ഇനിയിപ്പോ എന്തായാലും ഒന്ന് വായിക്കാൻ തുടങ്ങണം തന്നെ വിചാരിക്കണം. ശരി, വായിച്ചോളൂ. ഞാൻ എന്തെങ്കിലും ഉണ്ടോ ഇതത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. നല്ല ബുക്ക്, അസല് ബുക്ക് വായിച്ചോളൂ.